ഹലോ ഗെയിമേഴ്സ്, ആർ പിയിൽ നമ്മൾ ടർഫ് വാർ കുറച്ചായിട്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് ടർഫ് വാറിൻ്റെ ആ ഒരു ടെസ്റ്റ് ടർഫ് വാർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് KV vs TGA ആ ഒരു ടെസ്റ്റ് ടർഫ് വാർ ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതൊരു ടാക്ടിക്കൽ മൂവ് ആയേട്ടാ. ടീച്ചറെ വീക്കിൽ എടുത്തിട്ട് ഇവിടെ പോയി കുത്തിയിരുന്നെങ്കിൽ ഓക്കെ. അവശേഷിക്കുന്ന വെറും ഒരേ ഒരു മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു നമ്മുടെ ടർഫിന്റെ ഒരേ ഒരു മിനിറ്റ്. എല്ലാരും താഴേക്കിറങ്ങി. ഒറ്റ ഒരാൾ മാത്രം, ഡൊമിനിക്കിനെ മാത്രം മേലെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാരും താഴേക്കിറങ്ങി. എന്ത് സംഭവിക്കും ഇവിടെ? ഇനിയിപ്പോ ഒന്നും സംഭവിക്കാനില്ല. ഈ സൈഡിലൂടെ കേറാൻ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും അന്ന് ടെസ്റ്റ് നടത്തിയപ്പോ എല്ലാരും ചെറവറാടിയായിരുന്നു. അത് വാർസോൺ അല്ലേ പെട്ടെന്ന് 24 സെക്കൻഡ് മാത്രം എടുക്കാൻ പറ്റത്തില്ല. ഓൾ ഡൗൺ അല്ലാണ്ട് ഇനിയിപ്പോ ഒന്നും നടക്കത്തില്ലടാ. ഓൾ ഡൗൺ മാത്രമേ ഇവിടെ ഇനി കളിയുള്ളൂ. അതല്ലാണ്ട് ഇവിടെ വേറെ കളിയില്ല. പിന്നെ മാത്രമല്ല, ഇത് പെട്ടെന്ന് പറഞ്ഞതാണ് ഇവരോട് ടർഫ്. അതുകൊണ്ട് അവർക്ക് ഒരു ഈ ടർഫ് ഈസ്റ്റ് 5 തന്നെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ. പിന്നെ ടെസ്റ്റ് അല്ലേ, വർക്കിച്ചും കയറുന്നു പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓക്കെ, എന്റെ ഇതോ അഖിൽ ജോടെ അവിടെ അൾട്രോണ ഡൗൺ ആക്കി. ആൻഡ് ഇന്നലെ ആർ പിയിൽ നമുക്ക് MRCയുടെ ഒരു സിറ്റുവേഷനും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇടല്ലേ അവന്റെ ചോദിച്ച പാരനോർമല അവന് എത്ര അറിയണോ ടയറുടെയിലാണ് ജോലി ചെയ്യുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആയോന്ന് ചോദിക്കുന്ന ഇതാരാടെ ഇത് മുട്ട വണ്ടി ഈ തീട്ട വണ്ടി കൊണ്ടല്ലോ ആരാളെ വരുന്നത്. കത്തലോണ്ടടാ ഇത്. കത്തലടാ ഇടിച്ചൊക്കെ കേറി നിന്റെ പ്രശ്നം ട്രിഗർ ആയോ നോക്കാൻ എന്താടാ? നമ്മള് ട്രിഗർ ഫ്രസ്ട്രേറ്റഡ് ആവാ. നീ നമ്മളെ ഗ്യാങ് ഹൗസിൽ വന്നാണ്ട് കൊണച്ചാ പിന്നെ ട്രിഗർ ആവാതെ പോ. തന്നെ ജോലി നിനക്ക് അറിയാം. ഗണ്ണ് മാറ്റി വെച്ച കയ്യിലുള്ള ഗണ്ണൊക്കെ മാറ്റി വെച്ച അവിടെ ഒരു മൂലക്കേക്ക് കൊണ്ടുപോയിട്. അതിനെ ചുമ്മാ ഡെക്കാരി എങ്ങനെ കേട്ടില്ല? ഗ്രാഫിക്സ് ഒന്ന് മാറ്റോ. ഗ്രാഫിക്സ് തുപ്പണ്ട, നീ തുപ്പണ്ട. മനസ്സിലായി എന്താണ്? എടാ കണ്ണെടുത്ത എടാ നീ ഒന്ന് കൈ നോക്കി കാണാം. എടാ നിനക്കെന്താ ഫിയർ ഇല്ലേ? എടാ ഈ നോക്കിയാ മതി. അവനെ ക്യാരി ചെയ്താൽ മതി. ടയർ പണി അങ്ങോട്ട് മനസ്സിലായോ? പേരെന്തുവാ?
നിന്റെ പേരെന്താ? അല്ലല്ല ബ്രോയെ റോഡിന്റെ നടുക്കാണോ പീഡിയാണ്, പീഡിയാണ്, ഒന്ന് പേടിക്കണേ. നീ എന്താ പറഞ്ഞ? നീ പാരനോർമൽ ആണോന്ന് പറഞ്ഞാ നീ അങ്ങനെ വെക്കോളാം. അല്ലല്ല ബ്രോ ഒരാളെ നീ ഫാമിലിയാ? അല്ലല്ല ഫാമിലി അല്ല പിന്നെന്താ ചെയ്യുന്നത്? സിറ്റിസണാ? പിന്നെ എന്തിനാണ് ഈ ഗാങ്സിന്റെ അടുത്തെല്ലാം ചോറി പിടിക്കുന്നത്? ജോലി എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോനെ, അല്ലല്ല ഞാൻ നിങ്ങളോട് ചൊറിയാനൊന്നും വന്നില്ല. നിങ്ങളാണ് റോഡിന്റെ നടുക്ക് കയറിയത്. ഞാൻ പറഞ്ഞപ്പോ സൈഡിലോട്ട് നിൽക്കാൻ. അന്നേരമാണ് നിങ്ങൾ എല്ലാരും കുറെ പേര് നിന്റെ റോഡൊന്നും റേഡിയോ ആവല്ലേ, റേഡിയോ ആവല്ലേ ഇങ്ങോട്ട് പറയണ കേക്ക്. ഞങ്ങളുടെ ഗാംഗോസിന്റെ ഏരിയ ആണ്, മനസ്സിലായി? ഞങ്ങൾ സിറ്റുവേഷന്റെ ഇടയിൽ പിന്നെ ബ്രോ എന്റെ 4 ടയർ മര്യാദക്ക് നിന്നാ എനക്ക് അരമണിക്കൂർ കൊണ്ട് പോവാ. എന്തിനാ വെറുതെ കൊണ നിർത്ത്, മനസ്സിലായോ? നീ ഫിയർ കാണിക്കണം. നീ ഇപ്പൊ ഇവിടെ ഹോസ്റ്റേജ് അല്ലാതെ നീ ഇവിടെ നടനല്ല, ഇവിടെ വന്നിട്ട് അഭിനയിക്കല്ലേ, മനസ്സിലായോ? നീ ഇവിടെ അന്നെ ഇവിടെ ഞങ്ങള് സിനിമ കൊണ്ടല്ല, നീ നമ്മളെ ഹോസ്റ്റേജ് അപ്പൊ അതിനനുസരിച്ച് നീ സംസാരിക്കും. നീ ട്രിഗർ ആവേണ്ട സൗണ്ട് കൂട്ടിയാണ് സംസാരിക്കല്ലേ, മനസ്സിലായോ? നിന്റെ സൗണ്ട് ലോ ആക്കിട്ട് സംസാരിച്ചാ അത് ഇവിടെ കഴിഞ്ഞു. എന്റെ പേര് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങളും എന്നോട് നിങ്ങൾ എന്നോട് റോങ് ആയിട്ട് ആദ്യം സംസാരിച്ചെന്നല്ല ഞാൻ പറയുന്നേ. നിങ്ങളെല്ലാം റോഡ് നടുക്ക് നിന്നപ്പം ഞാൻ വന്ന് ഇടിച്ചു. ഓക്കെ, ഇടിക്കാൻ പാടില്ല എന്ന് ഞാൻ സ്പീഡിലാണ് വന്നേ. ഓക്കെ, നിങ്ങൾ റോഡിന്റെ നടുക്ക് നിന്നപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്രോ ഒന്ന് സൈഡിലോട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ പിന്നെ 2-3 മതി ഇത് ലൂപ്പാവും, മനസ്സിലായോ? അഥവാ നമ്മളെ സൈഡിൽ നിന്ന് സംസാരിച്ച രീതി വിട്ടു. നീ പോയിക്കോ, ഞാൻ പറഞ്ഞുതരാം. KVA vs TGA ടെസ്റ്റ് ടർഫ് വാറിന് ശേഷം നമുക്ക് TVA vs TGAയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്തൊരു പിക്ക് വിസിമോന് മോനെ ചുക്രു 3 പിക്ക്. ഡെസ്ട്രോന്റെ അടുത്തൊരു പിക്ക് ക്യാപ്സിന് 6 പിക്ക് മൊത്തത്തോളം 6 പേരോളം ഡൗൺ. അവിടെ 3-3 വെച്ചിട്ട് 2 പേരും ഡെസ്ട്രോ ആൻഡ് ജുഗുറു 3-3 പിക്ക് വെച്ചിട്ട്. എടാ മോനെ അത് ഏത് ആംഗിൾ, ഏത് കളിയത്? ഫ്ലിപ്പിന് പണിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഇവരിവിടെ 4 പേര് 6 പേരുള്ള ഡൗൺ ആയിട്ട് ലാസ്റ്റ് 6 പ്ലേയേഴ്സ് അല്ലേ. അഖിൽ ചോടോ ജുഗ്രുവിന്റെ 4ാമത്തെ പിക്ക്. ഡെസ്ട്രോടെ ജുഗ്രുവിനെ എടുത്തു. ജുഗ്രുവിനെ ടീക്കിലെടുത്തോടെ. ബക്കി ഇവിടെ അല്ലല്ല അവരാകെ 6 പേരല്ലേ ഡൗൺ ആയിട്ടുള്ള, 7 പേര് ഡൗൺ ആയിട്ടുള്ളൂ. റബാഡ പരുന്തോസം അവിടെ ഒരു പിക്ക് എടുത്തു. റബാഡ മാക്സിനെ ഡൗൺ ആക്കി. ഓക്കെ, ഫ്ലിപ്പ് വെസിസ് മോബി വെസിസ് ഫ്ലിപ്പ്. ഓക്കെ, മോബി അവിടെ ഒരു പിക്ക് എടുത്തിട്ട് ഫ്ലിപ്പിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. ജ്യൂസ് എടുക്കും മേലെ കയറിയോ? ജ്യൂസ് ഓപ്പണില് ജ്യൂസ് അവിടെ ഒരു പിക്ക് എടുത്ത് ആസ്പ്രൂട്ടിൽ എടുത്തിട്ട് ഡൗൺ ആയി. ഡെസ്ട്രോന്റെ 4ാമത്തെ പിക്ക് കണ്ടു. ബക്കിനെ സ്പോട്ട് ചെയ്തു. അടിക്കാൻ പറ്റില്ല. ഞാനല്ല 2 പേര് ജോസുട്ടി പിന്നെ അതുപോലെ തന്നെ ഉക്കറില്ലേ, ജോസുട്ടി ഉക്കർ. ജോസുട്ടി ഉക്കർ 2 പേര് ബക്കിണ്ട് അല്ലേ. മെസ്ബോയ്ക്ക് ലൊക്കേഷൻ അറിയാം, പക്ഷെ ഇവര് നേരെ പുഷ് ചെയ്തു. വില്ലു ഡെസ്ട്രോ അവിടെ കയറി അടിച്ചു. ഡെസ്ട്രോന്റെ 5ാമത്തെ പിക്ക്. ഡെസ്ട്രോ ഡൗൺ ആയി. ജോസുട്ടി അവിടെ ഡെസ്ട്രോനെ എടുത്തു. ഓക്കെ, വില്ലുമൻ അവിടെ ജോസുട്ടിനെ ഡൗൺ ആക്കി. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ബക്കി ഈസ് ഓൺ ഔട്ട്. സോണോട്ടോ സോണിൽ കാണിക്കുന്നത്. അപ്പൊ സോണിൽ ആരാ കാണിക്കുന്നത്? ജോസുട്ടി പോയിട്ടില്ല അല്ലേ? ഓക്കെ, ജോസുട്ടി പോയി. ബക്കിക്ക് നല്ല ടാഗ് കിട്ടി. പെട്ടെന്ന് കയറി സോണി കയറി, നമുക്ക് വേഗം തീർക്കാം.
തീർത്തിട്ട് ബാക്കി സോൺ വരാൻ നോക്കും. മതി മതി വാ. അതെ പോയി ഓടി പോയിടാ. ഓടിടാ. ഓക്കേ. അതിന്റെ അടുത്തോട്ട് നിന്നടാ, അടുത്തോട്ട് നിന്നടാ, അടുത്തോട്ട് നിന്നടാ. സോണോട്ടി എന്നെ അടിക്കുന്നടിയാ മയിരിന്റെ മോൻ. ഓ, ഓ. എന്തൊക്കെയാ കേട്ടു. അയ്യോ അയ്യോ. ആൻഡ് ഇന്നലെ നമ്മളെ കാസ്ട്രോ പുതിയൊരു ടൂർണമെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ടൂർണിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു പ്രൈസ് ഫുള്ളാണ് വെച്ചേക്കുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി എമൗണ്ട് കിട്ടിയിട്ട് കൂട്ടാന്നുള്ളതിൽ വെച്ചിരുന്നത്. അപ്പോൾ റിവ്യൂ ജോറംബോർ അതിന് വേണ്ടിയിട്ട് ഒരു 50K ഒഫീഷ്യലി അത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൺഫേം ആക്കിയിട്ടുണ്ട്. റിവ്യൂ ജോറംബോർ ഒരു 50K ആ ഒരു ടൂർണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈസ് പൂൾക്ക് എമൗണ്ട് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് പൂൾക്ക് എമൗണ്ട് ആഡ് ആക്കിയിട്ടുണ്ട്. സോ ആ ഒരു എമൗണ്ടും പിന്നെ നമ്മുടെ MVP-യുടെ 20K അങ്ങനെ കൂട്ടി ഇപ്പോൾ ഒരു ടോട്ടൽ ഇപ്പോൾ 70K ആയിട്ടുണ്ട് പ്രൈസ് പൂളിൻ്റെ ഇതുള്ളത്. അതിനിയും വേണം, കാരണം നമ്മളിത് വലിയൊരു ടൂർണി പോലെ അല്ലെങ്കിൽ കുറേ ഡേയ്സ് വെച്ച് നടക്കുന്ന സംഭവമാണ്. സോ മാക്സിമം നമ്മുടെ ഒരു ടൂർണിക്ക് മാക്സിമം നല്ലൊരു ഒരു പ്രൈസ് പൂളിലാണ് നമ്മൾ സെറ്റാക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.